ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 6x4 സ്ലാബ് ഫ്ലോറിൽ ഫിറ്റ് ചെയ്യാന്ന്. 6x4 ടൈലാണ് ഫ്ലോറിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഗമ്മ് വലിക്കുകയാണ്. ഗമ്മ് വലിക്കുമ്പോൾ രണ്ട് വശത്തും കൂടി വലിക്കണം, അതായത് നീളത്തിലും വലിക്കണം, വീതിയിലും വലിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് തിക്നെസ്സിൽ കുറഞ്ഞ ഗമ്മിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിനായി നമ്മൾ ആദ്യം പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം ഒരു 3 ദിവസം നനച്ചതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത്. പക്ക ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഇതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി ടൈലുകൾ തിരഞ്ഞെടുക്കുക, നല്ല ഡിസൈൻ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കണം. ചില ഡിസൈനുകളൊക്കെ വിരിച്ച് കഴിയുമ്പോൾ അത്രയൊരു ഭംഗി ജോയിൻറ്റ് ഫ്രീ ആയി ലഭിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നുള്ള മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നതിന് ശേഷം ഇതുപോലെ ഗമ്മ് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞു പ്ലാസ്റ്റർ ചെയ്ത് 3 ദിവസം നനച്ച് അതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. രണ്ട് വശത്തും നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്യണം, അതായത് ഫ്ലോറിലും ടൈൽസിൻ്റെ മുകളിലുമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കുറഞ്ഞ തിക്നെസ്സിൽ കറക്റ്റ് ഹെയർ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. വൺ സൈഡായിട്ട് ചെയ്യുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ടൈൽസിന് കുറച്ച് ബെൻഡ് ഉണ്ടെങ്കിൽ പല ഭാഗങ്ങളിലും ഹെയർ കുടുങ്ങി കിടക്കും. അപ്പം ഏതൊരു ടൈലാണെങ്കിലും ഒരു 1-2-3 mm ഒക്കെ ബെൻഡ് ഉണ്ടാകാറുണ്ട്. ഒരു പോസിറ്റീവ് ബെൻഡ് എന്നാണ് പറയാറ്, കാരണം ആ ഒരു ബെൻഡ് പൊതുവെ കാണാറുണ്ട്. എന്നാൽ ചില ടൈലുകൾക്ക് തീരെ ബെൻഡ് ഉണ്ടാകാറില്ല. അങ്ങനത്തെ ബെൻഡ് തീരെ ഇല്ലാത്ത ടൈലുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ പലരും ചോദിക്കുന്നത് ഏത് ടൈലിനാണ് തീരെ ബെൻഡ് ഇല്ലാത്തത്, ഏറ്റവും നല്ല ടൈൽ ഏതാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഓരോന്നും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൊമാനിയയുടെ ടൈലുകൾക്ക് പൊതുവെ ബെൻഡ് വളരെ കുറവാണ്. ഇത് മോട്ടോ എന്ന കമ്പനിയുടെ ടൈലാണ്, 6x4 ടൈലാണ്. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ക ജോയിൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുമുണ്ട്. ജോയിൻറ്റുകളൊക്കെ വരുന്ന ഡിസൈനുകൾ ഓൾമോസ്റ്റ് മാച്ചായി നിൽക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഇത് നമ്മൾ വിരിക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഗമ്മ് വലിച്ച് ടൈലിലും ഗമ്മ് വലിച്ച് കൊണ്ടുവന്ന് വെച്ച് ലെവലിൽ അതുപോലെ സൈസിൻ്റെ ഭാഗങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഇതുപോലെ ജോയിൻറ്റ് മാച്ച് ആകുന്ന ഭാഗങ്ങളിൽ ഫ്ലെക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് പൗഡർ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടി നിൽക്കും. അങ്ങനെ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ വൈബ്രേഷൻ കൊടുത്ത് ക്ലിയർ ആക്കാം. എവിടേക്കാണോ ബെൻഡായിട്ട് തോന്നുന്നത് ആ പോർഷനിൽ കുറച്ച് അധികം വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പക്ക ആയിട്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം വൈബ്രേഷൻ മെഷീൻ കൊടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിലൊക്കെ പൊങ്ങി നിൽക്കുന്ന ഒരു വിഷയം വരുമ്പോൾ ആ ഭാഗങ്ങളിൽ കുറച്ച് അധികം വൈബ്രേഷൻ കൊടുത്തിട്ട് വേണം നമ്മളത് പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പക്കായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടൈലിന് ഒരു കാരണവശാലും കൂടുതൽ വൈബ്രേഷൻ കൊടുക്കാൻ പാടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ആയി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഫസ്റ്റ് ടൈലിൽ കൂടുതൽ വൈബ്രേഷൻ ചെന്നിട്ട് അതിൽ മാക്സിമം നമ്മൾ പതിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈലും അതുപോലെ പതിപ്പിക്കേണ്ടി വരും. അതേ സമയത്ത് ഫസ്റ്റ് വരുന്ന ടൈല് ഓൾമോസ്റ്റ് ഒരേ ലെവലിൽ വൈബ്രേഷൻ കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള 4 സ്ലാബുകൾ വിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൈബ്രേഷനിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ വിരിക്കുമ്പം ഭയങ്കര പാടായിട്ട് വരും. ചില ടൈലുകൾക്ക് കുറച്ചൊക്കെ ബെൻഡ് ഉണ്ടാവും, താഴോട്ടും മുകളിലോട്ടുമായിട്ടുള്ള ബെൻഡുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ബെൻഡുകളുള്ള സ്ലാബുകൾ ജോയിൻറ്റിലായിട്ട് വരുമ്പം നമുക്കത് പിടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റത്തെ സ്ലാബ് വിരിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈലിൻ്റെ ടെമ്പർ. കൂടുതൽ ടെമ്പറുള്ള ടൈലുകൾ, പ്രത്യേകിച്ച് വലിയ സൈസ് 6x4 8x4 ഒക്കെ ടൈലുകൾ നമ്മൾ വിരിക്കുമ്പോൾ വലിയ സൈസുകളാണെന്നുണ്ടെങ്കിൽ
കൂടുതൽ ടെമ്പറുള്ള സ്ലാബുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടെമ്പർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിനായിട്ട് കട്ട് ചെയ്യുമ്പോൾ വലിയ വിഷയങ്ങളുണ്ടാവില്ല. അതേ സമയത്ത് നമ്മളൊരു എൽ ഷേപ്പിലോ യു ടൈപ്പിലോ ഒക്കെ കുതച്ച് കാഞ്ഞ് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടൈലുകൾ പൊട്ടിപ്പോകുന്നൊരു അവസ്ഥ വരാറുണ്ട്. ഇപ്പം ഈ ഒരു കമ്പനിക്കും മോട്ടോ എന്നുള്ള കമ്പനിക്കും ഈ ഒരു പ്രശ്നം നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ടെമ്പർ കൂടുതൽ വരുമ്പോൾ എൽ ഷേപ്പ് യു ടൈപ്പൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് വരാറുണ്ട്. അതേസമയം മോട്ടോയുടെ 5-3 ടൈലൊക്കെ വിരിച്ചപ്പോൾ കൂടുതൽ ബെൻഡും അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കേഴ്സുമായി സംസാരിച്ച് ഏറ്റവും നല്ല ടൈലാണെന്ന് ഉറപ്പുള്ള സമയത്ത് അത് അങ്ങനെ നോക്കി എടുക്കുകയാണ് നല്ലത്. എന്നാൽ ചില ആളുകളൊക്കെ നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും, ഏതാണ് നല്ല ടൈല്, എങ്ങനെയാണ് ബെൻഡ്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുമ്പം ചിലപ്പം ആ പറയുന്ന കമ്പനിക്ക്, ഇപ്പം സൊമാനിയുടെ ടൈലാണ് ഞാനൊക്കെ പൊതുവെ എല്ലാവരോടും പറയാറില്ല, നല്ല ബെൻഡില്ലാത്ത ടൈല് നോക്കിയെടുക്കുമ്പോൾ സൊമാനിയുടെ എടുത്തോളി എന്ന് പറയും. പക്ഷേ സൊമാനിയുടെ കമ്പനിക്ക് നല്ല റേറ്റ് വില വരാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് അതിൽ നിന്ന് വില കുറഞ്ഞും കിട്ടണം, എന്നാൽ നല്ല ക്വാളിറ്റിയും കിട്ടണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മോട്ടോ സജസ്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ മോട്ടോയുടെ ഒരു വിഷയം ടൈല് കൂടുതൽ ടെമ്പറാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു ബ്രാൻഡാണ് അസർവ എന്ന കമ്പനിയുടെ ബ്രാൻഡ്. അസർവ എന്ന കമ്പനിയുടെ ബ്രാൻഡിനും ഇതേ പ്രശ്നം തന്നെയാണുള്ളത്. കാരണം അസർവയ്ക്കും ഓവർ ടെമ്പറാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ടൈലുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് കുറച്ചൊരു ഫേമസ് ആയ ബ്രാൻഡുകൾ വാങ്ങുമ്പോഴും ആ ബ്രാൻഡിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കൽ നല്ലതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന അതേ ജോയിൻ്റ് തന്നെ ബെഡ്റൂമിനകത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നതും ജോയിൻറ്റുകൾ അകത്തോട്ടും നമ്മൾ കൊണ്ടുവരും. എന്നാൽ ചില ജോയിൻറ്റുകൾ നമുക്ക് ബെഡ്റൂമിൻ്റെ ലെവലിൽ ഇട്ട് മുറിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ ജോയിൻ്റാണ് അകത്തോട്ട് കൊണ്ടുവരുന്നത്. സൈഡിൽ കട്ട് പീസ് വരുന്നുണ്ട്. അതേ കട്ട് പീസ് തന്നെ നമുക്ക് ഒരു പീസുമ്പോൾ തന്നെ കൂടുതൽ പീസുകൾ ലഭിക്കുന്ന ഒരു രീതിയിലും, അതുപോലെ ഡിസൈനുകൾ വലിയൊരു പ്രശ്നം വരാത്തൊരു സ്ലാബ് കൂടി ആയതുകൊണ്ടാണ് ഇതേ കട്ട് പീസ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. ലാസ്റ്റ് ഭാഗങ്ങളിൽ അത്യാവശ്യം നമുക്ക് ഫുൾ പീസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഈ ടൈലിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗം കുറച്ച് വൈബ്രേഷൻ കൊടുത്ത് അതിൻ്റെ ജോയിൻ്റ് ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. റൂമിനകത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ജോയിൻ്റ് ഏതാണോ ആ ജോയിൻറ്റിൽ അത്യാവശ്യം വൈബ്രേഷൻ കൊടുത്തിട്ട് അത് ആദ്യം ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ടുള്ളത് കൂടുതൽ വൈബ്രേഷൻ കൊടുക്കാൻ പാടുള്ളൂ. മറ്റത് ചിലപ്പോൾ താന്നും പൊന്തിയുള്ള ഒരു വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ ഏറ്റവും ഫസ്റ്റിലെ ജോയിൻ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ചിപ്പാക്കണം, അതായത് ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി പോർഷനുകളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഈ ഡൈനിങ് ഹാളിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഈ ഹാളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഹാളിൽ നിന്നും ഈ ബെഡ്റൂമിൽ നിന്നും ഒരുപോലെ ലൈന് കിട്ടുന്ന ലെവലിലാണ് നമ്മൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. കാരണം ഈ ഹോളും ഈ ഒരു പോർഷനും നമുക്ക് ഒത്തു കഴിഞ്ഞാൽ ബാക്കി പോർഷനുകൾക്ക് നമുക്ക് കൂടുതൽ കട്ട് പീസ് ഇല്ല എന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇതിനൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ആർക്കിടെക്റ്റിനോട് ഇതിൻ്റെ ഒരു ഫ്ലോറിൻ്റെ ഒരു പ്ലാന്, ടൈൽസിൻ്റെ സൈസ് അനുസരിച്ചുള്ളൊരു പ്ലാന് നമ്മൾ വരച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. മറ്റേത് കൂടുതൽ വേസ്റ്റേജുകൾ വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 8x4 ഏറ്റവും വലിയ ഇന്ന് അവൈലബിലിറ്റി ആയിട്ടുള്ള ഏറ്റവും വലിയ ടൈല് ആണ് ഈ കാണുന്നത്. 8x4 ടൈലാണ്. അപ്പം ഈ ടൈല് വാളിലാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഇതൊരു ബാത്റൂമിലോട്ടുള്ള ടൈലുകളാണ്. 8x4 ഏറ്റവും വലിയ ടൈലാണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമാണ് നമുക്ക് ഒട്ടിക്കാനുള്ളത്. ബാത്റൂം അത്യാവശ്യം നല്ല സൈസിലുള്ള ബാത്റൂമാണ്. അപ്പോൾ ഇത് ഒറ്റ സ്ലാബിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് 8x4 ഈ ഒരു ടൈല് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ വലിയ ടൈലുകൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കൂടുതൽ ലേബർ വർക്കിനായിട്ട് കാണാം. അതായത് മേശരിമാരായ ലേബേഴ്സിനെ മാത്രം കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യിക്കാൻ പാടുള്ളൂ. ഹെൽപ്പേഴ്സിന് ഇവിടെ വലിയൊരു പ്രസക്തി ഇല്ല. കാരണം ഈ ഒരു വലിയ ടൈലുകൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് വേണം. പിടിക്കുന്ന സമയത്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള മേശരിമാരെ മാത്രമേ പണിക്ക് നിർത്താൻ പാടുള്ളൂ. ഹെൽപ്പേഴ്സ് ഈ ഒരു വർക്കിന് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം
എല്ലാവർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പല ഭാഗങ്ങളിലും ജോയിൻറ്റുകൾ കട്ടിംഗ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ലെവലിൽ വേണം പിടിച്ചിട്ട് കറക്റ്റായിട്ട് വെക്കാൻ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം ഈ ഒരു സ്ലാബ് ഫിറ്റ് ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം ഈ ഹോളുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പം അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റാൻ പാടില്ല. നമ്മൾ പിടിക്കുന്ന സ്ലാബിൻ്റെ താളം തെറ്റാൻ പാടില്ല. അപ്പം ചിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിന് മേശരിമാരെ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാന്നുള്ളത്. ഹെൽപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ബാലൻസിങ് കിട്ടിക്കോളുന്നില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അങ്ങോട്ട് പിടിക്കും. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല, പണിയിൽ ശ്രദ്ധ വന്നോളുന്നില്ല. അപ്പോൾ നല്ല മേശരിമാരാകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കി തന്നെ കൂടുതലായിട്ട് നമുക്ക് പിടിച്ച് ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം കിട്ടും. അതുകൊണ്ട് മാക്സിമം 8x4 പോലെ ഉള്ള വലിയ സ്ലാബുകൾക്ക് മേശരിമാരെ മാത്രം ഉപയോഗിച്ചിട്ട് ഹെൽപ്പേഴ്സിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് തന്നെ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഈ ഒരു ബാത്റൂം നമ്മൾ ഓൾമോസ്റ്റ് ഭാഗം ചെയ്തിട്ടുണ്ട്. ഇതിന് 2 പോർഷനായിട്ടാണ് വരുന്നത്. അതായത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും രണ്ട് ഡിസൈനാണ്, 2 ഐറ്റം ടൈലാണ്. പക്ഷേ എല്ലാം 8x4 സ്ലാബാണ്. വെറ്റ് ഏരിയയിൽ കുറച്ച് ഡാർക്കും ഡ്രൈ ഏരിയയിൽ കുറച്ച് ലൈറ്റ് ടൈലുമാണ്. അതുപോലെ വെറ്റ് ഏരിയയിൽ കുറച്ച് മാറ്റ് ഫിനിഷിങ് ടൈലും ഡ്രൈ ഏരിയയിൽ ഗ്ലോസി ഫിനിഷിങ് ടൈലുമാണ്. അപ്പം ടൈലുകളൊക്കെ എടുക്കുമ്പോൾ 8x4 സ്ലാബൊക്കെ എന്തായാലും ബെൻഡ് ഉണ്ടാവും. പക്ഷേ അത് മാക്സിമം ശ്രദ്ധിച്ചെടുക്കുക. അതുപോലെ പ്ലാസ്റ്ററിങ് മസ്റ്റായിട്ട് പ്ലാസ്റ്ററിങ് കറക്റ്റ് തൂക്കത്തിൽ വേണം വെച്ചുകാൻ ചെയ്യാൻ. കറക്റ്റ് തൂക്കം ഇല്ല എന്നുണ്ടെങ്കിൽ 8x4 സ്ലാബുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.